ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു ശിവഭക്തൻ്റെ ജീവിതത്തിലേക്കാണ് നാം കടന്ന് നോക്കുന്നത്. മഹേശ്വര പൂജ കൊണ്ട് തന്നെ ശിവപദം പ്രാപിച്ച ഗണനാഥ നയനാർ എന്ന ശിവഭക്തൻ്റെ കഥയാണ് ചേക്കിഴാർ സ്വാമികൾ ഇവിടെ പറയുന്നത്. സീർക്കാഴി എന്ന സ്ഥലം പുണ്യസ്ഥലമാണ്. കാരണം അവിടെയാണ് തിരുஞான സംബന്ധർ ജീവിച്ചത്. തിരുஞான സംബന്ധർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ശിവഭക്തനായിരുന്നു ഗണനാഥ നായനാർ. ഗണനാഥൻ തിരുஞான സംബന്ധർ എന്ന ബാലയോഗിയെ ഗുരുവായി വരിച്ചിരുന്നു. ബാലയോഗിയായ തിരുஞான സംബന്ധരുടെ ജീവിത കഥ ഗണനാഥനെ വളരെയേറെ ആകർഷിക്കുകയും അദ്ദേഹത്തെ ശിവനായി തന്നെ ആരാധിക്കുകയും ചെയ്തിരുന്നു ഗണനാഥൻ. അങ്ങനെ തിരുஞான സംബന്ധരുമായുള്ള നിത്യസമ്പർക്കത്താൽ ഗണനാഥൻ വലിയൊരു ശിവഭക്തനായി മാറി. ശിവനെ എപ്രകാരമാണോ പൂജിക്കുന്നത് അതേപോലെ തന്നെ ഗണനാഥൻ തിരുஞான സംബന്ധരെയും പൂജിച്ചിരുന്നു. ഒരിക്കൽ ഗണനാഥൻ തിരുஞான സംബന്ധരോട് ചോദിച്ചു, ഏതൊരു കർമ്മം ചെയ്താലാണ് ശിവസായുജ്യം ലഭിക്കുക എന്ന്. അപ്പോൾ തിരുஞான സംബന്ധർ പറഞ്ഞു, ശ്രീകർമ്മം ചെയ്താൽ ശിവസായുജ്യം നേടാൻ കഴിയും. അപ്പോൾ ഗണനാഥൻ ചോദിച്ചു, ദയവ് ചെയ്ത് ശ്രീകർമ്മം എന്താണ് എന്ന് എനിക്ക് വിശദീകരിച്ചു തരിക. ശ്രീകർമ്മം എന്നുള്ള കർമ്മസാധനയിലെ ഏറ്റവും ഉന്നതമായ ശിവപൂജയാണത്. അദ്ദേഹം അത് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. തിരുஞான സംബന്ധർ ഗണനാഥർക്ക് അത് വിവരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ഗുരുപാദാരവിന്ദങ്ങളെ സേവിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, ഗുരുവിനെ ഈശ്വരനായിട്ട് സ്വീകരിച്ച് ആരാധിക്കുക. ഗുരുവും ശിവനും ഒന്ന് തന്നെയാണ്. ആദ്യ ഗുരുവായ ശിവൻ തന്നെയാണ് ഗുരുവിൻ്റെ വടിവത്തിൽ ശിവഭക്തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പഞ്ചാക്ഷര മന്ത്രജപം ചെയ്യുക. പഞ്ചാക്ഷരം നമഃശിവായ എന്ന പഞ്ചാക്ഷരം ശതരുദ്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട പഞ്ചാക്ഷരം നിരന്തരം ജപിക്കുക. പിന്നെ മൂന്നാമത്തേത്, ഭസ്മരുദ്രാക്ഷങ്ങൾ ധരിക്കുക. ഒരു ശിവഭക്തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാഹ്യ ആഡംബരം എന്ന് പറയുന്നത് രുദ്രാക്ഷധാരണവും ഭസ്മധാരണവുമാണ്. ഭസ്മം ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധമാക്കുന്ന ഒരു ദിവ്യ ഘടകമാണ്. അതേപോലെ തന്നെ രുദ്രാക്ഷ മഹിമ പല പുരാണങ്ങളിലും വർണ്ണിച്ചിട്ടുണ്ട്. രുദ്രാക്ഷം ശിവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീകമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് രുദ്രാക്ഷം ധരിക്കുക. പിന്നെ 3 സന്ധികളിലും ശിവലിംഗത്തിൽ അർച്ചന ചെയ്യുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ശതരുദ്രീയം ജപിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ശിവഭക്തൻ ശതരുദ്രീയം എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുക. ശതരുദ്രീയം ജപിക്കാൻ പറ്റാത്തവർ അതിലെ നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാലും ശതരുദ്രീയം ജപിച്ച അനുഭവം കിട്ടും. അപ്പോൾ ശതരുദ്രീയം ജപിക്കാനാണ് തിരുஞான സംബന്ധർ ഗണനാഥനെ ഉപദേശിച്ചത്. നമുക്ക് ആ ശതരുദ്രീയത്തിലെ 10ാം അനുഭാഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇതാ നോക്കൂ, വളരെ ശ്രേഷ്ഠമായ പ്രാർത്ഥനകളാണതൊക്കെ. പാപികളെ കർമ്മത്തിനനുസരിച്ച് ഫലം അനുഭവിപ്പിക്കുന്നവനും
അന്നത്തിൻ്റെ പാലകനും കേവലനും നീലലോഹിതനുമായ ഹേ രുദ്ര, ഈ മനുഷ്യരെയും ഈ മൃഗങ്ങളെയും ഭയപ്പെടുത്തരുതേ. ഇവയിൽ ഒന്നും നശിക്കാതിരിക്കട്ടെ. ഇവയെല്ലാം രോഗമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കട്ടെ. എന്തൊരു ഉഗ്രമായ പ്രാർത്ഥനയാണെന്ന് നോക്കൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ദുഃഖനാശകനായ രുദ്ര, രോഗം, ദാരിദ്ര്യം മുതലായ ദുഃഖങ്ങൾക്ക് മരുന്ന് പോലെ ഇരിക്കുന്നതും മംഗളകരവുമായ അങ്ങയുടെ ഈ ശാന്ത ശരീരം കൊണ്ട് രോഗാദികളെയും സംസാര ദുഃഖത്തിന് മരുന്ന് പോലെയുള്ള മറ്റേ ശാന്ത ശരീരം കൊണ്ട് ആ ദുഃഖത്തെയും നശിപ്പിച്ച് ഞങ്ങളുടെ ജീവിതം നന്നായി രക്ഷിച്ചാലും. പിന്നെ ഞങ്ങളുടെ അമ്മയും അച്ഛനും മനുഷ്യർക്കും ആടുമാട് മുതലായ നാൽക്കാലികൾക്കും സുഖമുണ്ടാക്കുവാനും ഈ ഗ്രാമത്തിൽ എല്ലാ പ്രാണികളും ദുഃഖമില്ലാതെ സുഖസമ്പൂർണമായി തീരാനും വേണ്ടി ബലിഷ്ഠനും കബർദമെന്ന ജടയുള്ളവനും എതിരാളിയില്ലാത്തവനായ രുദ്രനിൽ ഈ മതിയെ ഞങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. ഹേ രുദ്ര, ഞങ്ങളെ രക്ഷിച്ചാലും കൂടാതെ ഞങ്ങൾക്ക് പരലോകത്തിലും സുഖം ചെയ്താലും എതിരില്ലാത്ത അങ്ങയ്ക്കൈക്കൊണ്ട് ഞങ്ങൾ എന്നും നമസ്കാരപൂർവ്വം പരിചര്യ ചെയ്യട്ടെ. ലോകരക്ഷകനായ പ്രജാപതി ഏതൊരു സുഖത്തെയും ദുഃഖഭാവത്തെയും പ്രജകൾക്ക് വേണ്ടി ഉണ്ടാക്കിയോ അതെല്ലാം ഹേ രുദ്ര നിൻ്റെ സ്നേഹവാത്സല്യാതിശയം കൊണ്ട് മാത്രമാണ്. ഹേ രുദ്ര, ഞങ്ങളെ വൃദ്ധന്മാരെ അങ്ങ് ഹിംസിക്കരുതേ. ചെറു പൈതങ്ങളെയും ഹിംസിക്കരുതേ. ഞങ്ങളുടെ യുവാക്കളെയും ഹിംസിക്കരുതേ. ഞങ്ങളുടെ ഗർഭസ്ഥനായ ശിശുവിനെയും ഹിംസിക്കരുതേ. ഞങ്ങളുടെ അമ്മയെയും അച്ഛനെയും ഹിംസിക്കരുതേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശരീരങ്ങളെ ഹിംസിക്കാതിരിക്കണമേ. ഹേ ദേവ, എതിരില്ലാത്ത അങ്ങയ്ക്ക് പശുവധം ചെയ്യുന്നവരിലും മനുഷ്യരെ വധിക്കുന്നവരിലും ഏത് ഉഗ്ര രൂപമുണ്ടോ ആ രൂപം ദൂരെ ഇരിക്കട്ടെ. അങ്ങയുടെ യഥാർത്ഥമായ സുഖം ഞങ്ങളിലിരിക്കട്ടെ. ഞങ്ങളെ സർവദാ രക്ഷിച്ചാലും ഹേ ദേവ, മറ്റുള്ളവരുടെ ഇടയിൽ ഞങ്ങൾ ഉത്തമന്മാരാണെന്ന് പറഞ്ഞാലും കൂടാതെ 2 ലോകങ്ങളെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് സുഖം തന്നാലും. എൻ്റെ വാക്ക് ശ്രുതിപ്രസിദ്ധനും സർവപ്രാണികളുടെയും ഹൃദയഗുഹകളിൽ ഇരിക്കുന്നവനും നിത്യയുവാവും സകല ജയസംഹാരകനും മത്തഹസ്തിയെ കൊല്ലുന്ന സിംഹത്തെ പോലെ ഉഗ്രനുമായ രുദ്രനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹേ രുദ്ര, ഞങ്ങളുടെ വാക്കുകൊണ്ട് സ്തുതിക്കപ്പെടുന്ന അങ്ങ് ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിന് സുഖമരുളുക. അങ്ങയുടെ സേനകൾ ഞങ്ങളെ വിട്ട് ശത്രുവെ നശിപ്പിക്കട്ടെ. രുദ്രൻ്റെ ആയുധം ഞങ്ങളെ വിട്ടു നിൽക്കട്ടെ. ക്രൂദ്ധനും പ്രഹരിപ്പിക്കാൻ ഇച്ഛിക്കുന്നവനുമായ രുദ്രൻ്റെ ആ ഉഗ്രബുദ്ധി ഞങ്ങളെ വിട്ടു നിൽക്കട്ടെ. വിരോധികളെ നശിപ്പിക്കാൻ ഉറച്ച ആ ക്രൂരബുദ്ധി യജമാനന്മാരിൽ നിന്ന് ദൂരെ നിർത്തിയാലും. ഭക്തന്മാർക്ക് സർവാഭിഷ്ടപ്രദനായ ഹേ രുദ്ര, ഞങ്ങളുടെ പിഞ്ചു കിടാവിനെയും പുത്രനെയും രക്ഷിച്ചാലും. ഭക്തന്മാർക്ക് അഭിഷ്ടം പ്രദാനം ചെയ്യുന്ന ശാന്തസ്വരൂപനായ ഹേ രുദ്ര, ഞങ്ങളുടെ നേരെ ശാന്തനും സന്മനസ്സുമുള്ളവനുമായി തീരുക. അത്യുന്നതമായ വൃക്ഷത്തിൽ ആയുധങ്ങളെല്ലാം വെച്ച് ചർമ്മം മാത്രം ധരിച്ച് ഞങ്ങളുടെ നേരെ ആവിർഭവിച്ചാലും. ഭക്തന്മാർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്നവനും വെളുത്ത നിറമുള്ളവനുമായ ഭഗവാൻ, അങ്ങേക്കിതാ ഞങ്ങളുടെ നമസ്കാരം. അങ്ങയുടെ ആയിരക്കണക്കിനുള്ള ആയുധങ്ങളെല്ലാം ഞങ്ങളെ വിട്ട് ശത്രുക്കളെ നശിപ്പിക്കുന്നതായി തീരും. ഗണനാഥൻ ശതരുദ്രീയത്തിലെ എല്ലാ ഭാഗങ്ങളും നിരന്തരം മനനം ചെയ്യുമായിരുന്നു. അങ്ങനെ മനനം ചെയ്ത് ശിവസായുജ്യം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് ചേക്കിഴ സ്വാമികൾ പറയുന്നത്. അപ്പോൾ ശതരുദ്രീയത്തിൻ്റെ മഹത്വവും ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. പിന്നെ അതേപോലെ തന്നെ ശിവസേവ ചെയ്യാൻ തിരുஞான സംബന്ധം ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഗണനാഥനോട് പറഞ്ഞു,
ശിവസേവ എന്ന് വെച്ചാൽ മാനവ സേവയാണ്. മാനവ സേവ എന്നുള്ളത് മനുഷ്യരെ മാത്രം സേവിക്കുന്ന സേവയല്ല, ചരാചരങ്ങളെ മുഴുവനും സേവിക്കുന്ന സേവയാണ് ശിവസേവ എന്ന് തിരുஞான സംബന്ധർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവസാന കാലത്ത് ശിവലോകം പ്രാപിക്കാൻ ഗണനാഥന് കഴിഞ്ഞു. അപ്പോൾ ഒരാളുടെ കർമ്മം എത്ര ശ്രേഷ്ഠമായിത്തീരുന്നു, ആ ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ഫലം എന്ന നിലയിൽ തീർച്ചയായിട്ടും അയാൾ ശിവസാമ്രാജ്യം, ശിവലോകം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. ഓം ശിവായ നമഃ.